ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള വഴുതനങ്ങ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ പറിച്ചെടുത്തത്. അത് ഇതുപോലെ 4 കഷ്ണാക്കി മുറിച്ചിട്ട് ഇതുപോലെ നേർമേലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 4 വഴുതനങ്ങയാണ് കേട്ടോ മുറിച്ചെടുത്തത്. അത് പറിച്ചതിന് ശേഷമൊക്കെ ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടുപോയതാണ്. അത് ഇതുപോലെ മുറിച്ചിട്ട് നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങ കഷ്ണങ്ങളിലേക്ക് തന്നെയാണ് കേട്ടോ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ കൂടി കൂട്ടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലോണം ആ കഷ്ണങ്ങളിൽ പിടിക്കത്തക്ക വിധത്തിൽ കുഴച്ച് പാകാക്കി വയ്ക്കുക. ഇപ്പോൾ കഷ്ണങ്ങളിലൊക്കെ നല്ലോണം ഈ അരപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഞാനിത് ഫ്രിഡ്ജിലേക്കാണ് ഇട്ട് വയ്ക്കുന്നത്, ആ അരപ്പൊക്കെ ഒന്നതിൽ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വഴുതനയിൽ അരപ്പൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങുക. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങേൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്ന 2-3 വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കോണ്ട് കേട്ടോ. അധികം ആർക്കും താല്പര്യമില്ലാത്തൊരു പച്ചക്കറിയാണ് ഈ വഴുതനങ്ങ. ഇതുപോലെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ചീനച്ചട്ടിയിൽ നിരത്തിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ ആ കോട്ടിങ്ങൊക്കെ ഇങ്ങനെ അടർന്നു പോരാൻ സാധ്യത ഉണ്ട്. മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഇതുപോലത്തെ ഒരു വഴുതനങ്ങ ഫ്രൈ മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. ഇനി തീരെ മീൻ കൂട്ടാത്ത ആൾക്കാർക്ക് ദിവസവും ഇങ്ങനത്തെ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടായാൽ നല്ല കുശാലാണ് കേട്ടോ ഊണ്. ഇത് ചോറുണ്ണണേൻ്റെയൊക്കെ കുറച്ച് മുമ്പായിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലേ ആ ക്രിസ്പിയോട് കൂടിയിട്ട് ചോറിന് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് 2 ഭാഗവും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ അത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ബാക്കിയുള്ള പീസുകളും കൂടി ആ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എൻ്റെ അടുക്കളത്തോട്ടത്തിൽ പല വിധത്തിലുള്ള വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. വയലറ്റ് നീളമുള്ളത്, വയലറ്റ് ഉണ്ട, വെള്ള വഴുതനങ്ങയൊക്കെ. അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നേ പല വിധത്തിലുള്ള മെഴുക്ക് പുരട്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്, മീനില്ലാത്ത മീൻകറി. ഇപ്പോൾ ഈ വഴുതനങ്ങ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഫ്രൈ ചെയ്യണതും. അങ്ങനെ ഇപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഈ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇനി വഴുതനങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി നോക്കൊണ്ടു. ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ, ഈ ഒരു ഫ്രൈൻ്റെ കഷ്ണം മാത്രം മതി. അപ്പോൾ ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. കമൻറ്റും എഴുതി അറിയിക്കണേ.